ഇന്നൊരു കുഞ്ഞു പെയിൻറ് തയ്ക്കാം. അതിനായി പെയിൻറ്റിന് വെട്ടിയ രണ്ട് ഭാഗത്തെയും ചേർത്ത് വെക്കാം. എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യും. ഇതുപോലെ മറ്റേ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കും. എന്നിട്ട് നടുഭാഗം ഉയർത്തിയാൽ ഇങ്ങനെ പെയിൻറ്റിൻ്റെ ഷേപ്പിൽ കിട്ടും. പിന്നെ അടി മടക്കി തുന്നുക. രണ്ട് കാലിൻ്റെയും അടിഭാഗം മടക്കി തുന്നുക. ഈ സൈഡ് ഭാഗം ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് മുകളിലെത്തുമ്പോൾ നിർത്തി മറ്റേ കാല് അടിയിൽ നിന്നും തുന്നിക്കൊടുക്കുക. ഇവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് മുകളിൽ വെക്കാം. അതിനായി ഇലാസ്റ്റിക് പാകത്തിന് വെട്ടിയെടുത്ത് അതിൻ്റെ നടുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പെയിൻറ്റിൻ്റെ മുകളിലുള്ള മധ്യഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഓപ്പോസിറ്റ് ഭാഗം അടയാളപ്പെടുത്താം. അത് മറ്റേ മധ്യത്തിലായിട്ട് തുന്നിപ്പിടിപ്പിക്കുക. ഇനി ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇലാസ്റ്റിക്കിൽ തട്ടാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ നീളത്തിൽ തുന്നിക്കൊടുക്കാം. ലാസ്റ്റ് വരെ ഇലാസ്റ്റിക്കിൽ തട്ടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുക്കാൽ ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി മുകളിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നടുഭാഗത്തായി ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട്. ഇലാസ്റ്റിക് വലിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ പെയിൻറ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് ഈ പെയിൻറ് തയ്ച്ചെടുത്തിട്ടുള്ളത്.